നമസ്കാരം. അപ്പൊ ഇന്നിപ്പോൾ നമ്മുടെ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന വേറൊരു സംഭവം വന്നിട്ടുണ്ട്. ഇപ്പൊ ബിഗ് ബോസ്, അതായത് ബിഗ് ബോസിൽ ഇപ്പൊ വേറെ കണ്ടന്റ് ഒന്നും ഇടാൻ പറ്റാത്തതുകൊണ്ട് കുറെ പേര് കുത്തിപ്പൊക്കി വന്ന സംഭവമാണ്. അശ്വന്ത് ഗോക്ക് കുറെ നാളുകൾക്ക് മുമ്പ് അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു. എന്താണ് അശ്വന്ത് ഗോക്ക് എന്ന രാജാവാ? നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഒരു ഇതില്ലേ, അഭിപ്രായമില്ല? അത് ഇട്ടൂടെ? ഈ കണ്ട ആൾക്കാർ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ കാര്യം പറയേണ്ട എന്ത് കാര്യം ഇരിക്കണം ഇവിടെ? ബിഗ് ബോസിൽ കയറിയാവുന്ന അല്ലെങ്കിൽ വിജയമായിരിക്കും അല്ലെങ്കിൽ തകർച്ചയായിരിക്കും. അത് ഏത് പൊട്ടനും അറിയാൻ പാടില്ല. ഏതൊരു കാര്യവും ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ അത് വളരെ നന്നായിട്ടുള്ള രീതിയിൽ പോയി കഴിഞ്ഞാൽ വിജയിക്കും, പൊട്ടിക്കഴിഞ്ഞാൽ തോറ്റുപോകും, തകരുമെന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അത് ഇദ്ദേഹം പറഞ്ഞിട്ട് വേണ്ട അത് മനസ്സിലാക്കേണ്ടത്. അത് ഏതൊരു കാര്യമായാലും, ജോലി സംബന്ധമായിട്ടായാലും ഏതൊരു കാര്യമായാലും അങ്ങനെ തന്നെയാണ്. ഇപ്പൊ ബിഗ് ബോസിന് മാത്രമായിട്ട് നിങ്ങൾ ചവിട്ടിത്താത്തി പറയേണ്ട കാര്യമൊന്നുമില്ല. ബിഗ് ബോസ് എന്ന ഒരു പരിപാടി ഇറങ്ങിയ സമയത്തൊക്കെ കുത്തിയിരുന്ന് കണ്ട ടീമാണ് ഇപ്പൊ ഇങ്ങനെ പറയണമെന്ന് ആലോചിക്കണം. കുറെ കണ്ടന്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ ബിഗ് ബോസിന്റെ ഈ ഒരു കാര്യം പറയുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഇഷ്ടംമാര് നല്ല നല്ല കണ്ടന്റ് ഉണ്ടാക്കിയ മീഡിയക്കാരാണ് ഈ കിടന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. പറയണ ബിഗ് ബോസ് കൊള്ളൂല, ബിഗ് ബോസിൽ പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ പേര് നഷ്ടപ്പെട്ടു, അഡ്രസ് പോവും, നമ്മളെ ആൾക്കാർ കാണും, വെറുപ്പായി പോവും. ഇവിടെ ആളുകളൊക്കെ വെറുക്കാനുള്ള കാരണം ബിഗ് ബോസിൽ തന്നെ കയറണമെന്നില്ല, അല്ലാതെ വെറുക്കാം. നമ്മളെ സ്വഭാവ ശൈലിയാണ് നോക്കുന്ന ആൾക്കാർ, പ്രേക്ഷകർ സ്വഭാവം എങ്ങനെയാണ് നോക്കും, എന്നിട്ട് അതിനനുസരിച്ച് ആൾക്കാർ പ്രതികരിക്കുള്ളൂ. നിങ്ങൾ ഈ 6ാമത്തെ സീസണിലെ ജിൻഡുവിനെ കണ്ടുപിടിക്കുന്ന ഞാൻ പറയുള്ളൂ. വളരെ ക്ഷമാശീലനും വളരെ മാന്യമായ സത്യസന്ധമായ രീതിയിലുള്ള ഗെയിമറും ജിൻഡോ, ഒന്നും പറയാനില്ല. എന്താണ് കുറവ് അദ്ദേഹത്തിന്? നിങ്ങൾക്ക് അദ്ദേഹത്തിനെ കുറിച്ച് എന്തെങ്കിലും പറയാൻ പറ്റുമോ? ഈ പറയുന്ന ആൾക്കാർക്ക് അതിനകത്ത് ഈ ഒരു ബിഗ് ബോസ് എന്ന പ്രോഗ്രാമിൽ പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഡ്രസ്സ് നഷ്ടപ്പെട്ടു അല്ലെങ്കിൽ തോറ്റു പോകും അല്ലെങ്കിൽ ചത്തു ആൾക്കാർ തെറി പറയുമ്പോഴേ കൂടി പോകുമ്പോൾ എന്ത് കാര്യമുണ്ട് മാഷ് ഇങ്ങനെയൊക്കെ പറയേണ്ടത്? വെറുതെ ആവശ്യമില്ലാത്ത വീഡിയോസ് ഒക്കെ ഇങ്ങനെ കുത്തി അറച്ചിട്ടുള്ള കാര്യമുണ്ട്. നിങ്ങൾക്ക് ഇത്ര കണ്ടന്റ് ഉണ്ടാക്കാണെങ്കിൽ എത്ര നല്ല വീഡിയോസ് ഇറക്കിക്കൂടെ? വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ പറയും. ബിഗ് ബോസിനെ കുറ്റം പറയേണ്ട എന്ത് കാര്യമുണ്ട്? നിങ്ങൾക്ക് വെക്കൂടെ? നിങ്ങൾക്കൊന്ന് പോയി നോക്കുക, അതിനകത്തോട്ട് എന്തൊരു കഷ്ടപ്പെടണം പറയാൻ പറ്റും. ഒരുപാട് കണ്ടസ്റ്റൻസ് അതിനകത്ത് ഉണ്ടായിരുന്നു. അവരെന്തോരം കഷ്ടപ്പെട്ടു നമ്മൾ പുറമേ നോക്കുമ്പോൾ അറിയാൻ പറ്റില്ല. അതിന്റെ അകത്ത് കയറി ഒന്ന് പ്രവർത്തിച്ച് നോക്കണം. ഈ 100 ദിവസം അതിന്റെ അകത്ത് കിടന്ന് പെടയണ ഒരു പെടച്ചിലുണ്ട്. അതറിയുന്നുണ്ടെങ്കിൽ സ്വന്തമായിട്ട് പോയി നോക്കണം. അല്ലാതെ ഇവിടെ പുറത്ത് കിടന്നിട്ട് മറ്റേ വായിട്ടളിച്ചിട്ട് കാര്യമൊന്നുമില്ല. ഇതാണെന്ന് പറഞ്ഞിട്ട് ഈ അശ്വന്ത് ഗോക്ക് എന്ന് പറയുന്ന അവന്റേതായ അഭിപ്രായം പറയാനുള്ള ഒരു സ്വാതന്ത്ര്യമില്ല. നിങ്ങൾ അവന്റെ സ്വാതന്ത്ര്യം കയറി പിടിക്കുന്നത് എന്ത് കാര്യമുണ്ട്? അദ്ദേഹത്തിന് പറയാനുള്ള സ്വാതന്ത്ര്യമില്ലേ? അദ്ദേഹം അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ഇപ്പോഴും അതുപോലെ ആയി മാറി എന്നൊക്കെ പറഞ്ഞാൽ അദ്ദേഹം ആരാണ്? രാജാവോ? എന്തെങ്കിലും പറയാണ്ട? ഉള്ള കാര്യം ഉള്ള പോലെ പറയും. ഇത്രയും ദിവസം, അതായത് ബിഗ് ബോസ് സീസൺ 6 ആദ്യം മുതൽ അവസാനം വരെ കണ്ടന്റ് ഇട്ട ആൾക്കാരല്ലേ നിങ്ങൾ? അല്ലേ? നല്ല കണ്ടന്റ്സ് നോക്കി ഇട്ട ആൾക്കാരല്ലേ? ഒരുപാട് കണ്ടന്റ്സിന് വേണ്ടി അതിനകത്ത് ഒരുപാട് വീഡിയോസ് ക്രിയേറ്റ് ചെയ്തെടുത്തിട്ടില്ലേ? എന്നിട്ട് ഇപ്പൊ അവസാന നിമിഷത്തിൽ നിങ്ങൾ ചവിട്ടിത്താത്തന ബിഗ് ബോസിന് അത്രയ്ക്ക് ഇഷ്ടമല്ലെന്ന് പറയണ എന്ത് കാര്യമുണ്ട്? ഈ ബിഗ് ബോസ് സീസൺ 6 ഒത്തിരി കഷ്ടപ്പാടുകൾ സഹിച്ച ഒത്തിരി ആൾക്കാരെ നമുക്കറിയാം. അതിനകത്ത് സിജോ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഫേസിലുണ്ടായിരുന്ന ഒരു അറ്റാക്ക്, അതായത് ഒരു കിക്ക് കിട്ടിയായിരുന്നു. ആ കിക്കിന് ഒത്തിരി ഡാമേജ് വരുത്തിയ ഒരു അറ്റാക്ക് ആയിരുന്നു. അതായത് റോക്കി എന്ന് പറയുന്ന വളരെ മോശമായ ഗെയിം കളിച്ച ആ ഒരു വ്യക്തി, അദ്ദേഹത്തിന്റെ ഒരു ഫൈറ്റ്, അദ്ദേഹത്തിന്റെ ഫേസിലുണ്ടായ ഒരു ഡാമേജ് വളരെ വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു ഡാമേജ് ആയിരുന്നു. അതൊക്കെ തരണം ചെയ്തിട്ടാണ് അദ്ദേഹം വീണ്ടും രണ്ടാമത് വന്നത്. എന്തായാലും പ്രേക്ഷകർക്ക് മുന്നിൽ എന്തായാലും ബിഗ് ബോസിലൂടെ ഗെയിം കളിക്കണം എന്നുള്ള ആഗ്രഹം ഉള്ളതുകൊണ്ട് തന്നെയാണ് ആ ഒരു സുഹൃത്തും ആ ഒരു സമയത്തും ഡോക്ടേഴ്സിന്റെ അനുമതിയോടുകൂടി ശേഷം, അതായത് കിക്ക് കിട്ടിയതിനു ശേഷം, ഡാമേജ് വന്നതിന് ശേഷം എല്ലാം ക്ലിയർ ചെയ്തിട്ട് വീണ്ടും വന്നത്. അപ്പൊ അങ്ങനെയുള്ള കണ്ടസ്റ്റൻസ് ഒക്കെ വന്നതിന് ശേഷം നിങ്ങൾ ഇങ്ങനെ പറയുന്നത് വളരെ മോശമാണ്. ഈ ഒരു പ്രോഗ്രാം മോശമാണ്, അതല്ലെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രോഗ്രാമില് വളരെ തരം താഴ്ന്ന ഒരു പ്രോഗ്രാമാണ് പറഞ്ഞ വളരെയധികം മോശമാണ്. പിന്നെ ഒരു സ്ത്രീധനം പറയുന്നുണ്ടായിരുന്നു, ഈ ഒരു പ്രോഗ്രാമിൽ നിങ്ങൾ വളരെ ആലോചിച്ചിട്ട് പോയാൽ മതി, കാരണം തോറ്റാൽ തോറ്റുപോകും, ജയിച്ചാൽ ജയിച്ചുപോകും. അത് ഏത് പൊട്ടാന്ന് പറയാൻ പാടില്ല എന്റെ പൊന്നു ചേച്ചി. ഏതൊരു ഗെയിം തന്നു കഴിഞ്ഞാലും അതിനകത്ത് നല്ല പക്കയായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ വിജയിക്കുന്ന ഏത് മണ്ടനും അറിയാം. ചേച്ചി പറഞ്ഞിട്ട് വേണ്ടത് കേട്ടോ. അപ്പൊ ഒരു കാര്യം മനസ്സിലാക്കുക, എല്ലാവരും പോകുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം. എന്താണ് മറ്റേ കൊക്കയിലേക്ക് ഇടാൻ വേണം ശ്രദ്ധിക്കാനായിട്ട്. ഇത് ഒരു ഗെയിമാണ്, അത് ആദ്യം തന്നെ മനസ്സിലാക്കുക. ആ ഒരു ഗെയിമിനെ ഒരു ഗെയിമായിട്ട് തന്നെ എടുക്കണം. അതായത് ഈ ഒരു 100 ദിവസം ആ ഒരു ബിഗ് ബോസ് ഹൗസിനകത്ത് നിൽക്കുമ്പോൾ ഒത്തിരി പരിമിതികളുണ്ട്. അതായത് 100 ദിവസം വെറുതെ പോയി നിന്നിട്ട് അവിടെ നിന്ന് ഭക്ഷണം കഴിച്ച് കിടന്നുറങ്ങണതല്ല ബിഗ് ബോസ്. ഇനി അടുത്ത് വരുന്ന 7ാമത്തെ സീസൺ ആദ്യം തന്നെ മനസ്സിലാക്കുക. ഇത്തരം സീസണുകൾ കവർ ചെയ്തു പോയില്ലേ, ആ ഓരോ സീസണിനടുത്ത് വാച്ച് ചെയ്ത് വരാണ് കൂടുതലായിട്ട് ഇതിനകത്ത് പോകുന്നത്. അവർക്കറിയാം എങ്ങനെയാണ് ഇതിന്റെ സ്വഭാവഗതി എന്നുള്ളത്. അല്ലാതെ വെറുതെ വന്നിട്ട് ആരോ എന്തൊക്കെയോ പറഞ്ഞ ബിഗ് ബോസ് വളരെ മോശമാണെന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള പ്രേക്ഷകരൊന്നും പൊട്ടന്മാരൊന്നുമല്ല. അതുപോലത്തെ വീഡിയോ ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതാണ്, പ്രേക്ഷകന്മാരെ പൊട്ടന്മാരാക്കരുത്. അപ്പൊ ഇത് പ്രേക്ഷകർക്ക് അറിയാം എന്താണ് ഇതിനകത്ത് നടന്നിരിക്കുന്ന സംഭവം എന്നൊക്കെ. നേരിട്ട് ലൈവായിട്ട് കണ്ടിരിക്കുന്ന ആൾക്കാരുണ്ട്, അതിനുശേഷം കണ്ട ആൾക്കാരുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള വീഡിയോസ് ഇറക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കുക. വെറുതെ വന്നിട്ട് ആരും എന്തോ പറഞ്ഞ ബിഗ് ബോസ് മോശമാണോ, അതാണ് അതിലെ പോയി കഴിഞ്ഞാൽ പാമ്പ് പിടിക്കും, അതെന്നുണ്ടെങ്കിൽ കൊക്കയിലും പറഞ്ഞോളൂ എന്നൊക്കെ ആ രീതിയിലുള്ള സംഭാഷണമൊക്കെ വിട്ടുകള. കുറച്ച് ആ ഒരു ഗെയിമിനെ മാന്യതയോടെ ഒന്ന് കണ്ടു നോക്ക്. നമ്മൾ ഈ പറയുന്ന ഇത്ര കണ്ടസ്റ്റൻസും പോയിട്ട് എല്ലാവർക്കും കപ്പടിക്കാൻ പറ്റൂല. ആ ഒരു വിഷമത്തിന്റെ പേരിലാണ് ഇങ്ങനെ പറയുന്നുണ്ടെങ്കിൽ അതിന് പറയണ്ട. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് ആകെ 1, 2, 3 വിജയി അതല്ലേ ഉള്ളത്. ഇത്ര എന്തായാലും കിട്ടുള്ളൂ.
അവർക്ക് പ്രൈസ്. അപ്പൊ ആ രീതിയിലായിരിക്കുള്ളൂ. ആ രീതിയിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോരുത്തരുടെ ക്ഷമാശീലം അതിനൊപ്പം തന്നെ ഓരോ ഗെയിം കൊടുക്കും വളരെ സത്യസന്ധതയോടെ ചെയ്യുന്ന ആരാണോ അവർക്കാണ് ഈ കപ്പ് കിട്ടുന്നത്. കാരണം ഈ കപ്പ് അതിന്റെ അകത്തുള്ള ആൾക്കാരല്ല കപ്പ് ഇന്ന ആൾക്ക് കൊടുക്കും എന്ന് പറയണത്. പ്രേക്ഷകരുടെ വോട്ടിൽ നിന്നാണ് കളക്ട് ചെയ്ത് പോണത്, പ്രേക്ഷകരുടെ വോട്ടിൽ നിന്നാണ് സെലക്ട് ചെയ്യണത്. അത് മനസ്സിലാക്കണം. അതിപ്പോ ഈ പറയുന്ന ഈ മീഡിയ വഴി പറഞ്ഞ ആ ഒരു സുഹൃത്തും വോട്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ അതും കൂടി മനസ്സിലാക്കുക. നമ്മൾ അതിനാണ് അവരെ സെലക്ട് ചെയ്യണം, അല്ലാതെ അതിനകത്തുള്ള 2-3 പേരല്ല, ലാലേട്ടനല്ല അവിടെ സെലക്ട് ചെയ്യണം. അത് ആദ്യം മനസ്സിലാക്കാം. ഇത് ആ പ്രോഗ്രാമിനോട് ബഹുമാനം കൊടുത്തിട്ട് പറയണതല്ല. വളരെ മാന്യമായ രീതിയിലുള്ള ഒത്തിരി ഗെയിമുകൾ നമ്മൾ കണ്ടായിരുന്നു അതിനകത്ത്. അതോടൊപ്പം തന്നെ വളരെ മോശമായ രീതിയിലുള്ള ഒത്തിരി കാര്യങ്ങളും കണ്ടായിരുന്നു. അതിനെതിരെ നമ്മളപ്പോ പ്രതികരിച്ചിട്ടുണ്ട്, നിങ്ങളും പ്രതികരിച്ചിട്ടുണ്ട്, അത് ഞാൻ കണ്ടായിരുന്നു. അപ്പൊ ഈ ഒരു സിറ്റുവേഷൻ വന്ന എല്ലാം കഴിഞ്ഞ് നമ്മള് പിന്നെ അത് കഴിഞ്ഞിട്ട് ഇപ്പൊ കപ്പ് ഒരാൾ കപ്പടിച്ചതിന് ശേഷം അയാള് മറ്റേ ഊടായിപ്പാണ്, ആ വഴിയാണ് കപ്പ് നേടിയത്, അങ്ങനെയാണ് കാശ് കൊടുത്ത് വാങ്ങിച്ചാണെന്നൊക്കെ പറഞ്ഞ ഡയലോഗില്ല, അതൊക്കെ ഞങ്ങൾ മാറ്റിയെടുത്ത് അയാളെ വളരെ സത്യസന്ധമായ രീതിയിലാണ് ഗെയിം പ്ലാൻ ചെയ്തേക്കണത്, ഗെയിം കളിച്ചിരിക്കുന്നത്. അയാൾക്ക് വളരെ കൃത്യമായിട്ട് കിട്ടിയിട്ടുണ്ട്. ഈ ജിൻഡു എന്ന് പറയുന്ന കണ്ടസ്റ്റൻസിന്റെ ആദ്യം മുതലുള്ള വീഡിയോ സെർച്ച് ചെയ്താൽ അറിയാൻ പറ്റും. അദ്ദേഹത്തിന് ആദ്യം മുതൽ അവസാനം വരെ ചവിട്ടിത്താത്തായിരുന്നു. ഇതിലുള്ള ഓരോ ഗെയിമിലും ചവിട്ടിത്താത്ത്, ഉപദ്രവിക്കുക, വളരെ മോശമായ രീതിയിൽ മറ്റുള്ള കണ്ടസ്റ്റൻസ് അദ്ദേഹത്തിനോട് പെരുമാറുക, ഇതൊക്കെ നമ്മൾ ഒത്തിരി കണ്ടതാണ്. അത്തരം ക്ഷമിച്ച് അദ്ദേഹം വളരെ മാന്യമായ രീതിയിലുള്ള ഗെയിം കൊണ്ട് മാത്രമാണ് ഈ പറയുന്ന ഒരു കപ്പ് നേടാൻ സാധിച്ചത്. അല്ലാതെ ഈ പുറത്ത് കിടന്നിട്ട് കുറെ പേര് കാശ് കൊടുത്ത് അവര് കൊടുത്ത് ഇത് കൊടുത്ത് എന്നൊക്കെ പറഞ്ഞാൽ വളരെ തെറ്റായുള്ള ഒരു വിവരണമാണ്. അതിനൊക്കെ എവിഡൻസ് എവിടെ? വെറുതെ എവിഡൻസ് ഇല്ലാതെ കുറെ വാക്കുകൾ പറഞ്ഞ് കുത്തിക്കെട്ടിയിട്ട് കാര്യമില്ല. ഓരോ വീഡിയോസിലും എവിഡൻസ് ഉണ്ടാക്കി നിങ്ങൾ കാണിക്കുക, എന്നിട്ട് പറഞ്ഞാൽ മതി. അല്ലാതെ വെറുതെ ആവശ്യമില്ലാതെ എന്നിട്ട് അവന് കപ്പ് കൊടുക്കേണ്ട ഒരു കാര്യമില്ല, അവന് കപ്പ് നേടേണ്ട ഒരു യോഗ്യത ഇല്ലെന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ അദ്ദേഹം ഈ പറയുന്ന 100 ദിവസം അവിടെ കിടന്ന മറ്റേ പഴം കഴിച്ചുകൊണ്ടിരിക്കുന്നില്ല, വളരെ കഷ്ടപ്പെട്ടാണ് അവിടെ കിടന്നത്. അതൊക്കെ നേരിട്ട് കണ്ടാണ്. പ്രേക്ഷകരെ മണ്ടന്മാരും പൊട്ടന്മാരും നിങ്ങൾ പൊട്ടന്മാരാക്കരുത്. പിന്നെ ഈ ഒരു കേസിനെ വളച്ചൊടിക്കാൻ നോക്കരുത്. ജിൻഡോ കപ്പടി കഴിഞ്ഞപ്പോൾ ഒരുപാട് അണ്ണാക്കിൽ പിരിവെട്ടിയിട്ടുണ്ട്. മിണ്ടാൻ പറ്റിയിട്ടില്ല, വായടഞ്ഞു പോയി. എന്തുകൊണ്ടാണ് അവരൊക്കെ പ്രതികരിക്കാത്തത്? കുറെ നാളുകൾ ഈ ജിൻഡോനെതിരെ ഒത്തിരി നെഗറ്റീവ് അടിച്ചിറങ്ങിയിട്ടുണ്ട്. ഇവന്മാരൊക്കെ എവിടെ പോയി വിളിച്ചാക്കിയും നിങ്ങളുടെ വായിൽ നിന്ന് പണം കുത്തി കയറ്റിയേക്കണം, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അണ്ണാക്കിൽ പിരിവെട്ടിയ ഉള്ള കാര്യം ഓപ്പണായിട്ട് സംസാരിക്കാൻ പഠിക്കണമായിരുന്നില്ല. നിങ്ങൾക്കൊക്കെ ഒരു വിചാരം ഉണ്ടായിരുന്നു ഈ സൈബർ ആക്രമണം നടത്തിയിട്ടുണ്ടെങ്കിൽ ജിൻഡോ എന്ന് പറയുന്ന ഒരു വ്യക്തി അടിച്ചു താത്താൻ പറ്റും, അദ്ദേഹത്തിന് കപ്പടിക്കാൻ പറ്റൂല എന്നുള്ള ഒരു വിശ്വാസം ഉണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ തകർത്തുകൊണ്ടാണ് പ്രേക്ഷകരാണ് കിങ്. പ്രേക്ഷകരെ അടിച്ച് കയറ്റിയാണ് കൊടുത്തത്. കാരണം എന്താ വെച്ചാൽ ഒന്നും മിണ്ടാൻ പറ്റിയില്ല. ഒത്തിരി നെഗറ്റീവ് അടിച്ച ഒത്തിരി സുഹൃത്തുക്കളുണ്ടായിരുന്നു. അവന്മാരൊക്കെ ഇപ്പൊ പുല്ലുപോലും കാണാനില്ല, പുല്ലുപോലും വെറുതെ വായനാക്കിയിട്ട് അലച്ചിട്ട് ഒരു കാര്യമില്ല. വളരെ കൃത്യമായ രീതിയിലാണ് സ്കെയിൽ ചെയ്തിട്ടാണ് പ്രേക്ഷകർ 100 വോൾട്ടേജിൽ അദ്ദേഹത്തിന് കപ്പ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ആ കപ്പ് കൊടുത്തതിന് ശേഷം വന്നിട്ട് അയ്യോ അദ്ദേഹത്തിന് കൊടുക്കേണ്ടായിരുന്നില്ല, അദ്ദേഹത്തിന് അതൊരു യോഗ്യത ഇല്ല, അദ്ദേഹം ഇത് മണ്ടനാണെന്നൊക്കെ പറഞ്ഞ ഡയലോഗുകളുണ്ടല്ലോ, അത് ഇങ്ങനെ സ്വന്തമായിട്ട് ഞങ്ങൾ പറഞ്ഞാൽ മതി. പിന്നെ ബിഗ് ബോസ് സീസൺ 6 മാന്യനായ ഒരു കണ്ടസ്റ്റന്റ് ഉണ്ടായിരുന്നു, റോക്കി ബായ്. അപ്പൊ അദ്ദേഹം നിലവിൽ ചെയ്തിരിക്കുന്ന പ്രവൃത്തികളൊക്കെ നിങ്ങൾ ലൈവായിട്ട് കണ്ടതും അതിനുശേഷമുള്ള ഏഷ്യാനെറ്റിൽ കണ്ടതുമാണ്. ലൈവായിട്ട് കണ്ട് പിന്നെ ലൈവ് അല്ലാതെയും കണ്ടാണ്. ഇപ്പോഴും എടുത്തു കഴിഞ്ഞാൽ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നമുക്ക് കാണാൻ പറ്റും. അത് സിജോയ് എന്ന് പറയുന്ന വളരെ പാവപ്പെട്ട വളരെ മാന്യമായ രീതിയിൽ ഗെയിം കളിക്കുന്ന ആ ഒരു സുഹൃത്തിനെ അറ്റാക്ക് ചെയ്യുന്ന സംഭവം നിങ്ങൾ നേരിട്ട് കണ്ടാണ്. അതിനുശേഷം ഇദ്ദേഹത്തിന് ഈ ബിഗ് ബോസ് ഹൗസിൽ എനിക്ക് തോന്നുന്നു അവസാന ദിവസം വരെ വിളിച്ചിട്ടില്ല. അത് ഏറ്റവും വലിയ ഷെയിമാണ്. അദ്ദേഹത്തിന് ഏറ്റവും വലിയ മോശവത്തായ ഒരു കാര്യമാണ്. കാരണം പ്രേക്ഷകർക്ക് ഒരു സങ്കടം വന്നുപോയി. കാരണം ഒരാളെ പിടിച്ച് മുഖത്തിട്ട് ഇടിച്ചതിന് ശേഷം അദ്ദേഹം പോയിരുന്നാണ് കരയണത്. ആ ഇടി കൊണ്ടവൻ കരഞ്ഞിട്ടില്ല. അപ്പോഴും അവൻ പോയിരുന്ന റോക്കി എന്ന് പറയുന്ന ആ ഒരു സുഹൃത്ത് പോയിരുന്ന് കരഞ്ഞതിന് ശേഷം അദ്ദേഹത്തിന് പിടിച്ച് അവിടെ പുറത്താക്കിയായിരുന്നു. പുറത്താക്കിയ സമയത്ത് മറ്റേ പട്ടി പോലെ മോങ്ങണ്ടായിരുന്നു. അതിനുശേഷം പുറത്ത് പോയി കഴിഞ്ഞിട്ട് ഇതിന് ഇടയ്ക്കിടയ്ക്ക് മറ്റേ വീഡിയോ വന്നിട്ട് മാപ്പ് പറയും. അതായത് 100 ദിവസവും കഴിയാതെ നമ്മളെ മാപ്പ് പറയാൻ പറ്റുന്നത് മാന്യത ഇല്ലാത്തൊരു മാപ്പാണത്. കാരണം സിജോനോട് ഒരു വ്യക്തിനെ നമ്മൾ ഡാമേജ് ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഒരു 2, 3, 4 ദിവസം കഴിയുമ്പോൾ വിളിച്ച് ചോദിക്കണം. എന്നാലും കുടുംബത്തിൽ വിളിച്ച് ചോദിക്കുക, അല്ലെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിനെ ഒന്ന് അന്വേഷിച്ച് കണ്ടുപിടിക്കുക. അതൊന്നും ഒരു മാന്യത ഇല്ലെന്നുള്ള സിജോ ഒരു വീഡിയോ പറയുന്നുണ്ടായിരുന്നു. അപ്പൊ തീർച്ചയായിട്ടും അതിനുശേഷം ഇദ്ദേഹം കണ്ടമാനം വീഡിയോസ് വരുന്നുണ്ട്. എന്തോരം മാപ്പ് പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. കാരണം എന്താണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു സ്വഭാവ ശൈലി ശരിക്കും പറഞ്ഞാൽ പ്രേക്ഷകർക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല. കാരണം ആദ്യമായിട്ടാണ് ഒരു കണ്ടസ്റ്റന്റിനെ അവസാന ദിവസം വിളിക്കാത്തൊരു ചരിത്രം ബിഗ് ബോസിൽ ഉണ്ടായേക്കണത്. കാരണം അവസാന ദിവസം വിളിക്കാത്തത് വളരെ ഷെയിമാണ്. റോക്കി നേരിട്ടാണെങ്കിൽ എന്തെങ്കിലും പ്രതികരിച്ചു വളരെ ഷെയിം, വളരെ മോശം. നിങ്ങൾ എത്ര കോടീശ്വരനായാലും ശരിയാണ്, നിങ്ങൾക്ക് കിട്ടിയ ഒരു ഗിഫ്റ്റ് ഉണ്ടല്ലോ, അതെന്നുണ്ടെങ്കിൽ പ്രൈസ് ഉണ്ടല്ലോ, മോശവത്തായതാണ്, വളരെ മോശം. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബിഗ് ബോസ് ഹൗസിൽ എല്ലാവരും വിളിച്ചു വരുത്തി, താങ്കളെ മാത്രം വിളിച്ചില്ല. എന്തുകൊണ്ട്? പ്രേക്ഷകർക്ക് ഒട്ടും തന്നെ ഇഷ്ടപ്പെട്ടിട്ടില്ല. പിന്നെ നിങ്ങൾ വന്നിട്ട് ഇടക്കിടക്ക് വീഡിയോ ഇട്ടുകൊണ്ട് യാതൊരു ഗുണവുമില്ല. നിങ്ങൾക്ക് ആദ്യം തന്നെ ചെയ്യേണ്ടത് നമ്മുടെ സ്വഭാവ ശൈലി ശരിയാക്കണം. അല്ലാതെ വെറുതെ വന്നിട്ട് കുറെ പ്രതികരിച്ചുകൊണ്ടോ അല്ലെന്നുണ്ടെങ്കിൽ കുറെ വീഡിയോ ഇട്ടുകൊണ്ട് യാതൊരു ഗുണവുമില്ല. പിന്നെ ഒരു കാര്യം മനസ്സിലാക്കാനുള്ള, ഈ ഒരു ഗെയിം, അതായത് ബിഗ് ബോസ് എന്ന ഒരു ഗെയിം, അതായത് ഗെയിമിലേക്ക് പോകുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ചിന്താശക്തി വേണം, ക്ഷമ വേണം. ക്ഷമ ഒരു 100% മേലെ വേണം. 100% എന്നാണ് ശരിക്കും പറയാം, അതിന് മേലെ വേണം. അതില്ലാത്തവനൊക്കെ അടിച്ചു പോകും. അതായത് ഇപ്പൊ ഈ റോക്കി എന്ന് പറയുന്ന അദ്ദേഹത്തിനോട് വെറുതെ വന്ന് പ്രതികരിച്ചപ്പോൾ തന്നെ ഒരു കിക്ക് കൊടുത്തായിരുന്നില്ലേ, അതൊക്കെ ക്ഷമയില്ലാത്തതിന്റെ പേരിലാണ്. ആ ഒരു അക്ഷമയാണ് ഇദ്ദേഹത്തിന്റെ തോൽവിയുടെ ഏറ്റവും വലിയ കാരണം. അതാദ്യം മനസ്സിലാക്കുക. ഈ ഫൈറ്റ് ചെയ്തതിന് ശേഷം കാരണം യാതൊരു ഗുണമില്ലെന്ന് എല്ലാവർക്കും മനസ്സിലായതാണ്. നിങ്ങൾ എന്തൊക്കെ അഭിനയിച്ചാലും നിങ്ങളുടെ അഭിനയം ഒരു ദിവസം പുറത്തെടുക്കും.
ബിഗ് ബോസ് ഗെയിമിൽ പോയിട്ടുണ്ടെങ്കിൽ. കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളെ യഥാർത്ഥ സ്വഭാവം പുറത്തിയാടും. അതിനുള്ള പ്ലാനിങ് ഒക്കെ ഈ പറയുന്ന ഈ ഒരു പ്രോഗ്രാം നടത്തുന്നവർക്കുണ്ട്, അതിനുള്ള സെൻസ് അവർക്കുണ്ട്. അതാദ്യം നിങ്ങൾ മനസ്സിലാക്കുക. അല്ലാതെ ഈ പുറത്തുള്ള ആൾ വേറെയും അകത്തുള്ള ആൾ വേറെ ആയിട്ട് അഭിനയിക്കാന്ന് വിചാരിച്ചിട്ട് ഒരു മനുഷ്യരും പോകേണ്ട, അത് പുറത്ത് ചാടും ഒരു ദിവസം. അതാദ്യം മനസ്സിലാക്കുക. പിന്നെ ഈ പറഞ്ഞ ബിഗ് ബോസ് എന്ന് പറയുന്ന ഈ ഒരു പ്രോഗ്രാം വളരെ മോശമാണ് എന്ന് പറയുന്നത് ഒരു 100ൽ 25% മാത്രമേ ഉള്ളൂ. ഒത്തിരി പ്രേക്ഷകരുണ്ട് ഇത് സ്വീകരിച്ചേക്കണത്. അവർക്കറിയാം ഇത് എന്താണ്, ഗെയിമാണ്. ആ ഗെയിം എങ്ങനെയാണ് മാന്യതയോടുകൂടിയും സത്യസന്ധമായ രീതിയിലും ഗെയിം കളിക്കുന്നത് ആരാണോ അവരിനകത്ത് കപ്പടിക്കുന്നത് 100% പ്രേക്ഷകർക്കുണ്ട്. ഈ 25% താഴെയുള്ള ബാക്കിയുള്ള പ്രേക്ഷകർക്കുണ്ട്. അത് 25% എന്ന് പറയുന്ന ആൾക്കാർ കാണാറും കൂടി ഇല്ല. വെറുതെ കമന്റ് ഇട്ടിട്ട് യാതൊരു കാര്യമില്ല. ഈ ഒരു പ്രോഗ്രാം കാണണം, കണ്ടതിന് ശേഷം മാത്രം കമന്റ് ഇടാൻ നോക്കുക. അല്ലാതെ വെറുതെ വന്നിട്ട് വീഡിയോ ഇട്ട് പ്രതികരിച്ചിട്ട് യാതൊരു ഗുണവുമില്ല. ഈ ഒരു പ്രോഗ്രാം മോശമാണ് എന്ന് പറയുന്ന ആ ഒരു സുഹൃത്തിനോട് പറയുന്നത്, നിങ്ങൾ ആദ്യം തന്നെ ഇതിനകത്തൊന്ന് പോയി ഒന്ന് അറ്റൻഡ് ചെയ്ത് നോക്കുക, എന്നിട്ട് പറയും ഇത് മോശമാണോ നല്ലതാണോ. ഒരു കാര്യം മനസ്സിലാക്കുക, നിങ്ങൾ ഈ പറഞ്ഞില്ലേ ഈ ഒരു പ്രോഗ്രാം വളരെ മോശമാണ് എന്ന് പറഞ്ഞില്ലേ, വളരെ മോശമാണെന്ന് പറയുമ്പോൾ ഒരു കാര്യം ആലോചിക്കുക. അതിനകത്ത് ഇത്രയും സീസണുകളിൽ അറ്റൻഡ് ചെയ്ത കണ്ടസ്റ്റൻസ് ഉണ്ടല്ലോ, അവരുടെ ചെകിട്ടത്തടിക്കണ പോലെയാണ് അവർ ഫീൽ ചെയ്തേക്കണത്. അത് നിങ്ങൾ മനസ്സിലാക്കുക. ആ ഒരു ചെകിട്ടത്തടി അവർക്ക് കിട്ടുമ്പോഴും ഇത് സ്വീകരിച്ച പ്രേക്ഷകർക്കും കൂടിയാണ് നിങ്ങൾ കാർപ്പിച്ച് തുപ്പിയിരിക്കണം അവരുടെ മുഖത്ത്. നിങ്ങളുടെ ഡയലോഗ് അതാണ്, അല്ലാതെ വേറെ ഒന്നുമല്ല. നിങ്ങൾ ആദ്യം തന്നെ ഒരു പ്രോഗ്രാമിനെ വ്യക്തമായിട്ട് പഠിക്കുക, ആ പ്രോഗ്രാം എങ്ങനെയാണെന്ന് പഠിക്കുക, പ്രോഗ്രാം പോയി ഒന്ന് കാണാൻ നോക്കുക. കാണാൻ പോലും ശ്രമിക്കാതെ വെറുതെ ഇങ്ങനെ വന്നിട്ട് മീഡിയകൾ പ്രതികരിച്ചിട്ട് യാതൊരു കാര്യവുമില്ല സുഹൃത്തേ.